കുക്കിംഗ് ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇന്ന് ആക്ച്വലി എനിക്ക് നാട് നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു നാടൻ ഫുഡ് ഉണ്ടാക്കാമെന്ന്. നാടൻ ഫുഡ് എന്ന് പറയുമ്പോൾ നോൺ വെജ് ഒന്നുമില്ല കേട്ടോ, ഒരു വെജിറ്റേറിയൻ മീലാട്ടോ. ഞാൻ ആദ്യം സാമ്പാർ ഉണ്ടാക്കുകയാണ്, അത് വറുത്തരച്ച സാമ്പാർ. സാധാരണ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ പരിപ്പും പച്ചക്കറികളും എല്ലാം കൂടി ഇട്ടിട്ടാണ്, സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. എന്നുവെച്ചാൽ തേങ്ങ നമുക്ക് അത്ര സുലഭമല്ലാത്തതുകൊണ്ടേ തേങ്ങ ഞാൻ അങ്ങനെ ചിലവാക്കാറില്ല. പക്ഷേ ഇത്തവണ എന്തോ ഉണ്ടാക്കാൻ തോന്നിയതുകൊണ്ട് തേങ്ങ വറുത്തരച്ചിട്ട് തന്നെ ചെയ്യാൻ തോന്നി. ഓരോ നാട്ടിലും പിന്നെ ഓരോ വീട്ടിലും സാമ്പാർ പലതരത്തിലാട്ടോ വെക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ തേങ്ങ വറക്കുന്നതിൻ്റെ അകത്ത് ഈ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ഉലുവ, പിന്നെ കറിവേപ്പില, കായപ്പൊടി ഇതൊക്കെയാണ് ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങ വറുക്കുന്നതുകൊണ്ട് പരിപ്പ് കുറച്ച് ഇട്ടിട്ടുള്ളൂ. സാധാരണ ഈ തേങ്ങ അരയ്ക്കാത്ത കറിയിൽ പരിപ്പ് നന്നായിട്ട് ഇടാറുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി തേങ്ങ ഉള്ളത് കൊണ്ട് ആ മുഴുപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ പരിപ്പ് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിക്കുകയാണ്. ഈ കഷ്ണങ്ങൾ മുറിക്കുന്ന ഒരു കലയാണ് ആക്ച്വലി. കാരണം എന്താ വെച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് അമ്മ പഠിപ്പിച്ച ശീലമാണ്. ഓരോന്നിനും ഓരോ കണക്കുണ്ട് ഇത്ര, ഓരോ അളവുണ്ട് ഇത്ര. ഞാൻ എന്നിട്ട് പണ്ട് പറയുന്നത് വല്ല സ്കെയിലും വെച്ചിട്ട് മുറിക്കുകയാണെങ്കിൽ അത്രയും അളവിന് കിട്ടല്ലോ എന്ന്. ഈ അവിയൽ, സാമ്പാർ എല്ലാത്തിനും ഓരോരോ അളവ് വെച്ചും ഷേപ്പിലുമാണ് മുറിക്കുക. ആദ്യം ഈ പച്ചക്കറി എല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാൻ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട്. പുളി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പിടുക കേട്ടോ. ഇല്ലയെന്ന് വെച്ചാൽ ഈ പച്ചക്കറി ശരിക്കും അങ്ങോട്ട് വേവില്ല എന്നാണ് പറയുക. എന്തായാലും ഞാൻ ചെയ്യുന്ന രീതി അതാണ്. പിന്നെ ക്യാബേജിൻ്റെ ഉപ്പേരി, കാരണം ഇന്ന് ഞാൻ രസവും ഉണ്ടാക്കുന്നുണ്ട്, പപ്പടവും ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഈ സാമ്പാറിൻ്റെയും രസത്തിൻ്റെയും കൂടെ ക്യാബേജ് ഉപ്പേരി കൂട്ടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്യാബേജിൻ്റെ ഉപ്പേരി ഇന്ന് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കിയത്. ഇത് കണ്ടോ, ഞാൻ ഉഴുന്നുപരിപ്പ് ഇടും അതിൻ്റെ അകത്ത്. നമുക്ക് ആ ഉഴുന്നുപരിപ്പ് ഒന്ന് വറുത്തിട്ട് പിന്നെ ഈ ക്യാബേജ് ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ടേസ്റ്റ് വേറെ തന്നെ നമുക്കറിയാൻ പറ്റും. ഓരോരുത്തർ ഓരോ തരത്തിലേക്കും ക്യാബേജിൻ്റെ ഉപ്പേരി ഉണ്ടാക്കുക. ഞാൻ ഇങ്ങനെയാണ്. പിന്നെ വെള്ളം ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല, ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ചിലർ തീരെ ഒഴിക്കില്ല. ഇതിനകത്ത് ഓൾറെഡി വെള്ളം നമുക്ക് ഇതിനകത്ത് ഇറങ്ങും. പിന്നെ വെള്ളം ഒരുപാട് ഒഴിച്ച് അതിനകത്ത് കിടന്ന് ഈ വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസൊക്കെ നമുക്ക് ലോസായി പോകും. ഞാനൊരു ഡയറ്റീഷ്യനാണ്, അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ മസാലപ്പൊടി ഇടാം കേട്ടോ. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തിട്ടിടും. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ സാമ്പാർ പൊടി ഇടുന്നില്ല, കാരണം ഓൾറെഡി വറുത്തരച്ച സാമ്പാറിൽ ഇടുന്നവരുണ്ട്, പക്ഷെ ഞാൻ ഇടാറില്ല. എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമുക്ക് സാമ്പാർ പൊടി ഇട്ട് ഉണ്ടാക്കുന്ന സാമ്പാറിന് സെയിം ടേസ്റ്റ് കിട്ടും, അതിനെക്കാളും നല്ല ടേസ്റ്റാണ്. ഒരു സദ്യ സാമ്പാറിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ പരിപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ഈ വറുത്തരച്ച തേങ്ങയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ തിളച്ച് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക മണം വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ല്. പിന്നെ ഓൾറെഡി ഞാൻ ഈ തേങ്ങ വറുത്തതിൽ കായപ്പൊടി ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഈ ലാസ്റ്റ് നിമിഷം ഈ കായപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. പിന്നെ കറിവേപ്പില ഇടും, കൊറിയാണ്ടർ ലീവ്സും, നമ്മുടെ മല്ലിച്ചപ്പ് ഇട്ടില്ലെങ്കിൽ സാമ്പാർ ആവില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വറവ് ചെയ്യാറുണ്ട്. വറവ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് കടുക് മാത്രമേ ഇട്ട് വറവ് ചെയ്യായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ ഹൈദരാബാദ് വന്ന് ഈ പഠിച്ച് കുറച്ച് വർക്ക് ചെയ്ത് നാട്ടിലേക്ക് എത്തിയതിന് ശേഷം കായമുളകും ഇടും അതിനകത്ത്. പണ്ട് ഇടാറുണ്ടോ എന്നറിയില്ല, എൻ്റെ വീട്ടിലൊന്നും ഇടാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കായമുളകും കൂടി ഇട്ടിട്ടാണ് വറവ് ചെയ്യാറ്. അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്യും അത്ര തന്നെ. ഇനി ഞാൻ രസമാണ് ഉണ്ടാക്കുന്നത്. രസപ്പൊടിയൊന്നുമല്ല, എല്ലാം നമ്മൾ ഈ സ്പൈസസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. മല്ലി, പിന്നെ ഈ കുരുമുളക്, ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് ആണ് ചെയ്യാം. പിന്നെ തക്കാളി മുറിച്ചിടുന്ന ആൾക്കാരും ഉണ്ട്. ഞാനിങ്ങനെ തക്കാളി ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടാക്കി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ മാഷ് ചെയ്യും കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഞാനിങ്ങനെയാണ് ചെയ്യാറ്, അത്രയേ ഉള്ളൂ. അതിലേക്ക് പുളി ഒഴിക്കും. എനിക്ക് ഈ രസത്തിൽ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. തക്കാളിയും പുളിയും എല്ലാം കൂടി ആയിട്ടുള്ള പുളി, എരിവും എല്ലാം കൂടി ചേർന്നതാണ് കേട്ടോ നമ്മുടെ രസം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഞാനതൊന്ന് തിളപ്പിക്കും. എന്നിട്ട് വെളുത്തുള്ളിയും കൂടി വെളുത്തുള്ളി വറക്കാറില്ല കേട്ടോ, വെളുത്തുള്ളി അല്ലാതെ സെപ്പറേറ്റ് ആഡ് ചെയ്യാണ്. വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്യും. നന്നായിട്ട് പൊടിയാക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് പരിപ്പിൻ്റെ വെള്ളം ഞാൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ രസത്തിനൊരു മുഴുപ്പൊക്കെ കൊടുക്കും. ഈ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മിക്കവാറും എല്ലാത്തിലും ഉപ്പിടാറ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എവിടുന്നോ ഒന്ന് അത് കേട്ടതാണ്, എന്നാലേ രുചി ഉണ്ടാവുള്ളൂ എന്ന്. എന്നിട്ട് ഈ മിക്സ് ആഡ് ചെയ്തിട്ട്, പിന്നെ ഈ മിക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അധികം അത് തിളപ്പിക്കാറില്ല. തിളപ്പിക്കരുതെന്ന് പറയുന്നതൊക്കെ, കാരണം ഒരു കയ്പ്പ് പോലെ വരും, അതിന് രുചി മാറുന്നു. ഈ മിക്സ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് അപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും പിന്നെ ഈ മല്ലിയും ഈ
കരിവേപ്പില എല്ലാം കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ എടുത്ത് മാറ്റും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറവിടും. കടുകും കായമുളകുമാണ് ഞാൻ വറവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ ചോറ് സാധാരണ ഇവിടെ ഈ ചെറിയ അരിയാണ് ഹൈദരാബാദിൽ ഉള്ളത്. ഇത് കുറുവ അരി ഞാൻ വേറെ മേടിച്ചതാണ്. ഇങ്ങനത്തെ നമുക്ക് ഈ നാടൻ കറികളൊക്കെ ആകുമ്പോൾ എനിക്ക് ഈ വലിയ അരിയാണ് ഇഷ്ടം. ഈ കുഞ്ഞി മറ്റേ ഈ പൊന്നി പോലത്തെ അല്ലെങ്കിൽ പച്ചരി പോലത്തെ അരി എനിക്ക് ഇഷ്ടമല്ല. അതല്ലാത്ത ഫുഡിനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റേതാകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ചോറാവും. ഇത് തിളപ്പിച്ച് ഊറ്റി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുക്കറിലാട്ടോ ഞാൻ വെക്കാറ്. ഈ ചോറ് ഊറ്റുന്നത് ആക്ച്വലി ഒരു കലയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഞാനിത് ഊറ്റാറ് കേട്ടോ. ഈ കുക്കറിൻ്റെ വാഷർ ഊരി എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ അതൊന്ന് പൊക്കി പിടിച്ചിട്ട് ഒരു സ്പൂൺ ഞാൻ ഇതിൻ്റെ അകത്ത് തിരുകാറുണ്ട്. ഓക്കെ, കറക്റ്റായി. അടുത്തത് മോരാണ് ഉണ്ടാക്കുന്നത്. തൈരൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കടഞ്ഞിട്ട് മോര് ചെയ്യുക കേട്ടോ. പിന്നെ പപ്പടം നിർബന്ധമാണ്. കാരണം രസവും സാമ്പാറും ഉണ്ടെങ്കിൽ എനിക്ക് പപ്പടം അങ്ങോട്ട് ഉണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടുള്ളൂ. പപ്പടം ഇല്ലാതെ എനിക്ക് രസവും സാമ്പാറും, പ്രത്യേകിച്ച് രസം, എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈ പയറുമണി പോലത്തെ ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ മട്ട അരിയേക്കാട്ടും, ഞാൻ ഈ കോഴിക്കോടുള്ള ആളാണ്, അതുകൊണ്ടായിരിക്കും മട്ട അരി കുഴപ്പമൊന്നുമില്ല. എന്നാലും മട്ട അരിയേക്കാട്ടും കുറുവ, വെള്ളക്കുറുവ അല്ലെങ്കിൽ മറ്റേ മഞ്ഞക്കുറുവ ഒക്കെ ഇല്ലേ, ആ കുറുവ അരി കഴിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ സംഭാരം ആക്കിയില്ല കേട്ടോ. ഇനിയിപ്പോൾ സംഭാരം കൂടി ഉണ്ടാക്കാൻ ത്രാണി എനിക്കില്ലായിരുന്നു. ഇത്രയും കുക്ക് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോർമൽ ഈ പ്ലെയിൻ മോര് തന്നെയാണ്. ഒരു മാങ്ങാച്ചാർ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങാച്ചാറും കൂടി വെച്ചു. പിന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് പണ്ടത്തെ നമുക്ക് നുസ്റ്റു തരുന്ന കോമഡി പടങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.